ഹായ് എവരിവൺ. നമ്മൾ കോണിക് സെക്ഷൻ്റെ അടുത്ത കോണിക്കിലേക്ക് കടക്കുവാണ്. പരാബോള. പരാബോള എന്ന് പറയുന്നത് നമ്മൾ 4 ടൈപ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ റൈറ്റിലുള്ള പരാബോള, ലെഫ്റ്റിലുള്ളത് അപ്വേഡ്, ഡൗൺവേഡ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡഡ്, ലെഫ്റ്റ് ഹാൻഡഡ്, അപ്വേഡ്, ഡൗൺവേഡ് 4ൻ്റെയും നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി പരാബോള എന്ന് പറയുമ്പോൾ അതൊരു കോണിക് സെക്ഷനാണ്, ഒരു കോണിക്കാണ്. ഇനി എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണോ നമുക്ക് പരാബോള കിട്ടുന്നതെന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു XY പ്ലെയിൻ ഉണ്ടെങ്കിൽ പരാബോള ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഒരു ഫിക്സഡ് പോയിന്റും ഒരു ഫിക്സഡ് ലൈനും ഉണ്ടായിരിക്കണം. ഫിക്സഡ് പോയിന്റ് ഇതാന്ന് മാർക്ക് ചെയ്യുന്നു, ഫിക്സഡ് ലൈൻ ഇതാന്ന് മാർക്ക് ചെയ്യുന്നു. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും ഈ ഫിക്സഡ് ലൈനിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന പോയിന്റുകളുടെ കളക്ഷനാണ് നമുക്ക് പരാബോളയായിട്ട് കിട്ടാൻ പോകുന്നത്. ഈ ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഫിക്സഡ് ലൈനെ നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറയും. ഡയറക്ട്രിക്സിൽ നിന്നും ഫോക്കസിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന പോയിന്റുകളെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പരാബോളയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റന്റ് റേഷ്യോ എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഫോക്കസ്, ഈ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇത് രണ്ടും, ഈ ഡിസ്റ്റൻസ് രണ്ടും തമ്മിലുള്ള റേഷ്യോയിനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് S, ഇത് P, ഇത് M എന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ SP/PM അതിനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട്, SP-യും PM-ഉം സെയിം ആയതുകൊണ്ട് ഫോർ എ പരാബോള ദ എക്സെൻട്രിസിറ്റി വിൽ ബി ഓൾവേസ് 1. പരാബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഏത് പരാബോള ഡിഫൈൻ ചെയ്താലും 1 ആയിരിക്കും. റീസൺ, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഡയറക്ട്രിക്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഫോക്കസ് ഈസ് ഓൾവേസ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, അടുത്തത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. E is equal to 1, then the conic is known as parabola. ഇനി കുറച്ച് കാര്യങ്ങൾ പരാബോളയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ റൈറ്റ് ഹാൻഡഡ് പരാബോളയെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് ഹാൻഡഡ് പരാബോള ഓക്കെ, ഇത് ഫോക്കസ്, ഈ ലൈൻ ആയിരിക്കും നമ്മുടെ ഡയറക്ട്രിക്സ്. ഇനി എന്താണ് ആക്സിസ്? ആക്സിസ് ഓഫ് എ പരാബോള എന്ന് പറഞ്ഞാൽ ഫോക്കസിക്കൂടെ പാസ് ചെയ്യുകയും ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആവുകയും ചെയ്യുന്ന ലൈനാണ് ആക്സിസ്. അപ്പോൾ ഇവിടെ ഏതാണ് ആക്സിസ്? ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, നമ്മുടെ എക്സ് ആക്സിസ്. ഓക്കെ, ഫോക്കസിക്കൂടെ പാസ് ചെയ്യുകയും ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആവുകയും ചെയ്യുന്നതാണ് ആക്സിസ്. ഇനി നമ്മുടെ പരാബോള എവിടെയാണോ ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പോയിന്റിനെ നമ്മൾ വെർട്ടെക്സ് എന്ന് പറയും. പരാബോള ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ്. ഇനി നമ്മൾ സർക്കിളിന്റെ കോഡ് പറയുന്ന പോലെ പരാബോളയെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 പോയിന്റ്സ് ഓഫ് എ പരാബോള ഈസ് നോൺ ആസ് കോഡ്. ഇത് കോഡ് എന്ന് പറയാം. ഇനി കോഡ് പെർപെൻഡിക്കുലർ ടു അവർ ആക്സിസ് ഈസ് നോൺ ആസ് ഡബിൾ ഓർഡിനേറ്റ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി എന്താണ് ലാറ്റസ് റെക്റ്റ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലാറ്റസ് റെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പരാബോളയിൽ എൻ പോയിന്റ്സ് വരുന്ന ആ ലൈനിനെയാണ് നമ്മൾ ലാറ്റസ് റെക്റ്റ് എന്ന് പറയുന്നത്. ഫോക്കസിൽ കൂടെ പാസ് ചെയ്യണം, ഡയറക്ട്രിക്സിന് പാരലലായിരിക്കണം, അതേപോലെ തന്നെ എൻ പോയിന്റ്സ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേപോലെ ആക്സിസും ഫോക്കസിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ പെർപെൻഡിക്കുലർ ടു ആക്സിസ് അല്ലെങ്കിൽ പാരലൽ ടു ഡയറക്ട്രിക്സ് ആയിരിക്കും. പിന്നെ എൻ പോയിന്റ്സ് പരാബോളയിലായിരിക്കും.
ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. ഇതെല്ലാം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈനാണ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി നമുക്ക് അത്ര ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, നോർമലി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങൾ, പരാബോളയുടെ ഇക്വേഷൻ ആവശ്യം വരും, ഫോക്കസ് നമുക്ക് പഠിക്കാം, ഫോർമുലയുണ്ട്, ഡയറക്ട്രിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ നമുക്ക് ആവശ്യം വരുന്നത് ഡയറക്ട്രിക്സ് ആവശ്യം വരും, ആക്സിസ് ആവശ്യം വരും. എന്താണ് ആക്സിസ്? ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ, അത് ഫോക്കസ്, അത് ആക്സിസ്. പിന്നെ വരുന്നത് വെർട്ടെക്സ്, എവിടെയാണോ പരാബോള ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത്, പരാബോള ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത്, അത് വെർട്ടെക്സ്. പിന്നെ ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന പരാബോളയിൽ എൻഡ് പോയിന്റ്സ് ഉള്ള ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻ, ഇങ്ങനെ വരുന്ന ലൈൻ, അതാണ് ലാറ്റസ് റെക്ടം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്രോബ്ലത്തിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇനി 4 ടൈപ്പ് പരാബോളയാണുള്ളത്. അതുകൂടെ ഞാൻ വേഗം പറയാം. ഓക്കെ, ഡിഫറെൻറ്റ് ഫോംസ്. ഒന്ന് റൈറ്റ് ഹാൻഡഡ് പരാബോള, അതിൻ്റെ ഇക്വേഷൻ വരുന്നത് y² = 4ax. പിന്നെ ഉള്ളത് ലെഫ്റ്റ് ഹാൻഡഡ്, അത് സെയിം ഫോർമുല, ഒരു നെഗറ്റീവിൻ്റെ മാത്രം വ്യത്യാസം, y² = -4ax. ഓക്കെ, ഇനി അപ്വേർഡ് വരുന്നത്, അപ്വേർഡ് വരുമ്പോഴത്തേക്കും x² ആണ് വരുന്നത്, x² = 4ay. ഇനി അപ്പോൾ ഡൗൺവേർഡിന് എന്തായിരിക്കും പ്രത്യേകത? ഒരു നെഗറ്റീവിൻ്റെ മാത്രം വ്യത്യാസമായിരിക്കും, ദാറ്റ് ഈസ് x² = -4ay. ഇതാണ് 4 ടൈപ്പ് പരാബോള ഉള്ളത്. ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുല ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. ടേബിളിലാകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്യാച്ചിങ് ആയിട്ട് വരുന്നത് ടേബിളിൽ ഓർത്തിരിക്കാൻ എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ 4 ടൈപ്പ് പരാബോളയുടെയും കൊടുത്തിട്ടുണ്ട്. y² = y² = 4ax വരുന്നത് റൈറ്റ് ഹാൻഡഡ്, y² = -4ax വരുന്നത് ലെഫ്റ്റ് ഹാൻഡഡ്, x² = 4ay അപ്വേർഡ്, x² = -4ay ഡൗൺവേർഡ് പരാബോള. ഇനി 4ൻ്റെയും വെർട്ടെക്സ്, അതായത് എവിടെയാണോ പരാബോള ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത്, അത് 4 പരാബോളയ്ക്കും ഒറിജിനാണ് 0, 0. ഓക്കെ, അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇനി കോർഡിനേറ്റ് ഓഫ് ഫോക്കസ്, ഇത് ഒരെണ്ണം ഓർത്തിരിക്കുക. ഓക്കെ, ഇത് A0 ഫോക്കസ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്? -A0. ഓക്കെ, ഒരു നെഗറ്റീവിൻ്റെ വ്യത്യാസം. ഇനി അപ്വേർഡിൻ്റെ ആണെങ്കിൽ അത് നോക്കുക, ഫോക്കസ് എവിടെയാണ് വരുന്നത്? y ആക്സിസിലാണ് വരുന്നത്. അപ്പോൾ x കോർഡിനേറ്റ് എന്താണ്? x കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് e. അപ്പോൾ അപ്വേർഡ് ആണെങ്കിൽ 0a, ഡൗൺവേർഡ് ആണെങ്കിൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ 0 - a ആണ്, 0 - a. ഓക്കെ, 0, -a. ഇനി ഡയറക്ട്രിക്സ് ഇവിടെ വരുന്നത്, റൈറ്റ് ഹാൻഡഡിൻ്റെ ഡയറക്ട്രിക്സ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അത് നെഗറ്റീവ് സൈഡിലാണ് വരുന്നത്, നെഗറ്റീവ് റിയൽ ആക്സിസിൻ്റെ ആ സൈഡിലാണ് വരുന്നത്. സോ അത് x = -a, x + a = 0 എന്ന് പറയുന്ന ലൈൻ ആയിരിക്കും. അത് x = -a. അപ്പോൾ അത് ലെഫ്റ്റിൻ്റെ വരുമ്പോൾ ഡയറക്ട്രിക്സ് ഇവിടെ ആയിരിക്കും. അപ്പോൾ അത് x = a, അല്ലെങ്കിൽ x - a = 0 എന്ന് പറയുന്ന ലൈൻ. നേരെ തിരിച്ച് അപ്വേർഡിൻ്റെ വരുമ്പോൾ y = -a വരും, അടുത്തത് y = a വരും ഡൗൺവേർഡിൻ്റെ, അത് ഓർത്തിരിക്കുക. പിന്നെ ഇക്വേഷൻ ഓഫ് ദ ആക്സിസ്, ലെഫ്റ്റിനും റൈറ്റിനും ആക്സിസ് വരുന്നത് റിയൽ ആക്സിസ് ആണ്.
അതിൻ്റെ ഫോർമുല y ഈസ് ഈക്വൽ ടു 0. അപ്വേർഡിനും ഡൗൺവേർഡിനും ആക്സിസ് വരുന്നത് y ആക്സിസ് ആണ്. അപ്പോൾ അത് എക്സ് ഈസ് ഈക്വൽ ടു 0. പിന്നെ ലാറ്റസ് റെക്ടം ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം ഏത് ടൈപ്പിനും 4a ആയിരിക്കും, അത് ഓർത്തിരിക്കുക. പിന്നെ ഫോക്കൽ ഡിസ്റ്റൻസ് അതത്ര അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇതൊക്കെ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെർട്ടെക്സ്, ഫോക്കസ്, ഡയറക്ട്രിക്സ്, ലാറ്റസ് റെക്ടം അത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോട്ട് ചെയ്യുക, ഫോർമുലാസ് നോട്ട് ചെയ്യുക. ഓക്കെ, 0 ആണ് എല്ലാത്തിൻ്റെയും വെർട്ടെക്സ്, 4a ആണ് ലാറ്റസ് റെക്ടത്തിൻ്റെ ലെങ്ത് ഏത് ടൈപ്പ് പരാബോളയ്ക്കും. പിന്നെ ഫോക്കസ് അതൊരു സൈൻ ചേഞ്ച് വെച്ചിട്ട് ഓർത്തിരിക്കുക. A0 ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -A0, 0a 0 - a അങ്ങനെ ഓർത്തിരിക്കുക. പിന്നെ ഡയറക്ട്രിക്സിൻ്റെ എക്സ് ഈസ് ഈക്വൽ ടു -a, അപ്പോൾ എ ആ ഒരു നെഗറ്റീവിൻ്റെ ചേഞ്ചേ ഉള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വെർട്ടെക്സ് ഒറിജിൻ അല്ലാത്ത പരാബോള. ഓക്കെ, അങ്ങനെ വരാം. അതായത് ഈ രീതിയിൽ ഇപ്പം നമ്മൾ വരച്ചത് റൈറ്റ് ഹാൻഡഡിൻ്റെ കേസിലാണെങ്കിൽ ഒറിജിൻ വെർട്ടെക്സ് വരുമ്പോൾ ഈ രീതിയിൽ വരും. ഇവിടെ ഫോക്കസ്, ഇവിടെ ഡയറക്ട്രിക്സ്. ഇതല്ലാതെ വരാം. വെർട്ടെക്സ് ഇങ്ങനെ വരാലോ, ഇത് വെർട്ടെക്സ്, ഇത് ഫോക്കസ്, ഇത് വെർട്ടെക്സ്, ഇവിടെ ഡയറക്ട്രിക്സ്, ഈ രീതിയിലും വരാം. അങ്ങനെ വരുന്നതിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ, പരാബോളയുടെ ഇക്വേഷൻ ഈ രീതിയിലായിരിക്കും. x - h ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4p അല്ലെങ്കിൽ 4a. നമ്മൾ a വെച്ചിട്ടാണ് ഇതിന് മുമ്പ് പഠിച്ചത്. അപ്പോൾ അത് ഈ രീതിയിൽ x - h ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു y - k. ഇത് അപ്വേർഡിൻ്റെ ആണ്. ഓക്കെ, ഇത് അപ്വേർഡിൻ്റെ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ റൈറ്റ് ഹാൻഡഡിൻ്റെ ആണെങ്കിൽ ഈ രീതിയിൽ വരും. y - k ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു x - h. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഓർത്തിരിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് വെർട്ടെക്സും ഫോക്കസ് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ y - k ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു x - h ആണെങ്കിൽ വെർട്ടെക്സ് HK ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് H + a k ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ രീതിയിലാണെങ്കിൽ അപ്വേർഡിൻ്റെ കേസിലാണെങ്കിൽ വെർട്ടെക്സ് HK ആയിരിക്കും. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് HK + a ആയിരിക്കും. അതായത് അത്രയും ദൂരം മാറിയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഓർത്തിരിക്കുക. പിന്നെ ഡയറക്ട്രിക്സിൻ്റെയും ഫോർമുല തന്നിട്ടുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്തോളുക. ഓക്കെ, ഫോക്കസും ഡയറക്ട്രിക്സും വെർട്ടെക്സ് HK ആയിരിക്കും. ഫോക്കസ് റൈറ്റ് ഹാൻഡഡിൻ്റെ ആണെങ്കിൽ H + a k വരും. അപ്വേർഡിൻ്റെ ആണെങ്കിൽ HK + a വരും. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺവേർഡിൻ്റെയും ലെഫ്റ്റ് ഹാൻഡഡിൻ്റെയും കാണാപ്പാടം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പഠിച്ചിരിക്കുക. എന്നിട്ട് ആ ഐഡിയ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാൻ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമുല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പരാബോളയുടെ കേസിൽ ഇക്വേഷന്, വെർട്ടെക്സ്, ഫോക്കസ്, ലാറ്റസ് റെക്ടം, ഡയറക്ട്രിക്സ് ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങളുടെ കയ്യിൽ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഈ വീഡിയോ എടുത്തിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ ഇക്വേഷനും, രണ്ട് ഇക്വേഷനും കറസ്പോണ്ടിങ് ഫോക്കസ്, ഡയറക്ട്രിക്സ് ആ ഫോർമുലയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിരിക്കുക. ഓക്കെ, പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.